ചകിരിയോട് കിടക്കുന്ന നിൻ്റെ മുടിക്കകത്തൊരു തീപ്പെട്ടി കുറച്ചിട്ട് ഇപ്പം കത്തിപ്പോലെ എന്നൊക്കെ ഉള്ള കളിയാക്കൽ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും എപ്പോഴെങ്കിലും ലൈഫിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മുടിയിലുള്ള ഡ്രൈനെസ്, ഫ്രിസിനെസ്, സ്പ്ലിറ്റ്നെസ് ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് വന്നതിന് ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ നേരത്തെയുള്ള പാക്ക് ഇടുന്നതിന് മുന്നേ ഉള്ളൊരു ഹെയറും പാക്ക് ഇട്ടതിന് ശേഷമുള്ള ഹെയറും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ നമുക്കൊരു 10 ഡേ ഹെയർ കെയർ ചലഞ്ചിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു പാക്കാണ്. 100% നാച്ചുറലാണ്. അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരുന്നൊരു പാക്കല്ല നമ്മൾ ഇതിനകത്തൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കാൽപ്പ് അത്യാവശ്യം നല്ലോണം വല്ലാണ്ട് ഈ ഒന്നാമത് ചൂടൊക്കെ അല്ലേ, ചൂടെല്ലാം കൂടെ അടിച്ച് സ്കാൽപ്പിനകത്തൊരു വല്ലാത്തൊരു ഫൗൾ സ്മെല്ലും ഉണ്ട്. അതുകൂടാതെ അത്യാവശ്യം നല്ല ഡാൻഡ്രഫൊക്കെ വന്നിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ നമ്മുടെ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷേ പാക്കൊക്കെ ഇട്ട് വാഷ് ഇട്ട് വന്നപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡിയാക്കാൻ നമുക്ക് മെയിനായിട്ട് വരുന്ന കുറച്ച് ചെമ്പരത്തി ഇലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തട്ട് ചെമ്പരത്തിയുടെ ഇല എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടുത്തെ പക്ഷേ ചെമ്പരത്തിയുടെ ഇലയുടെ ഒരു കോലം നോക്കുക, അമ്മാതിരി പൊടിയാണ്, ഫുള്ള് പൊടിയാണ്. ഇവിടുത്തെ റോഡ് പണി നടക്കുവാണ്. എനിക്ക് തോന്നുന്നു 2-3 മാസം മുന്നേ ഉള്ളൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ റോഡ് പണി നടക്കുവാണെന്ന്. ഇതുവരെ ഇവിടുത്തെ റോഡ് പണി കഴിഞ്ഞിട്ടില്ല, ഫുള്ള് പൊടിയാണ്. നമുക്ക് വെള്ളോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ്. എന്തായാലും ഞാൻ നിങ്ങളെ അതിൻ്റെ ഒരു കോലം കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് മണ്ണ് വാരി ഇട്ടേക്കണം. ആ മണ്ണ് കാരണം മനുഷ്യന് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഞാൻ നല്ലോണം അത് കഴുകി എടുത്തിട്ടുണ്ട്. 3 വെള്ളത്തിലെങ്കിലും ഞാൻ കഴുകി എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതേ കണക്ക് പൊടിയായിരുന്നു. മറ്റേ ചെളിവെള്ളം കിട്ടുന്ന രീതിയിലായിരുന്നു നമുക്കിത് കഴുകിയപ്പോൾ കിട്ടിയത്. നിങ്ങളും അല്ലാണ്ടുള്ള ഇപ്പം സപ്പോസ് നിങ്ങളുടെ ചെമ്പരത്തിക്കകത്ത് പൊടി അങ്ങനത്തെ അഴുകില്ലെങ്കിൽ പോലും ഒന്ന് കഴുകിയിട്ടെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് ആ ചെമ്പരത്തി ഒന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ അരിഞ്ഞു കൊടുത്തില്ലെങ്കിലും സീനില്ല, പക്ഷേ ഞാൻ ഇവിടെ അരിഞ്ഞു കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈ ചെമ്പരത്തി ഇട്ടിട്ട് താളിയൊക്കെ തലയിലിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വാഷ് ചെയ്തിട്ട് കളയുമ്പം ഇതിൻ്റെ കുറേ കുഞ്ഞു പൊടി പോലെ ഇങ്ങനെ തലയിരിക്കും. പക്ഷേ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ നമുക്ക് നല്ല ക്രീമി രീതിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചെയ്യുന്ന ചെറിയൊരു മണ്ടത്തരമാണ്, ചെമ്പരത്തി ഇല അരിഞ്ഞിട്ട് വെള്ളത്തിട്ട് കഴുകാൻ നിൽക്കും. അങ്ങനെ കഴുകാൻ നിൽക്കില്ല കേട്ടോ. നമുക്ക് അതിനകത്തൊരു ചെറിയൊരു പശവശപ്പില്ല, അതാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ മീൻസ് അരിഞ്ഞ് കഴിഞ്ഞിട്ട് വെള്ളത്തിട്ട് കഴിയുമ്പോൾ ആ ഉള്ള പശവശപ്പും കൂടെ പോയി കിട്ടുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെമ്പരത്തി ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് കഴുകിയിട്ട് വേണം അരിയാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ലോണം പശവശപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു ഉരുളിയിലോട്ടോ എന്തെങ്കിലും പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മിക്സിയിലോട്ടോ എടുത്തിട്ട് കൊടുക്കാം. ആൻഡ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത വരുന്നത് ചെമ്പരത്തി പൂവാണ്. നിങ്ങൾക്ക് തട്ട് ചെമ്പരത്തി പൂ അല്ലാണ്ടുള്ള നോർമൽ ചെമ്പരത്തി പൂ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ തട്ട് ചെമ്പരത്തി പൂവാണ് എടുത്തേക്കുന്നത്. കാരണം ബാക്കിയെല്ലാം മറ്റേ വെയിലടിച്ച് കരിഞ്ഞു ഒരു രീതിയിൽ നിൽക്കുവാണ്. മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി പൂ എടുക്കട്ടെ. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് വരുന്ന പൂമ്പൊടിയില്ല, അതെടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മുടെ പാക്കിനകത്ത് ഇടാൻ. മീൻസ് ചിലവർക്കെങ്കിലും ആ ഒരു പൂമ്പൊടി അലർജി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എനിക്കിവിടെ ആ പൂമ്പൊടി അലർജി ഇല്ല, പക്ഷേ എന്നാലും ഞാൻ അതെടുത്ത് കളയുന്നുണ്ട്. പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിങ് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വരുന്നത് അലോവേറ ജെല്ലാണ്. ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. അത് എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. അല്ലാണ്ടുള്ള നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവേറ ജെൽ എടുക്കുമെങ്കിൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കുറച്ച് ക്വാണ്ടിറ്റി മതി. പക്ഷേ നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുമെങ്കിൽ നമുക്ക് അത്രയ്ക്കും നല്ല ക്വാണ്ടിറ്റിയിൽ വേണം. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ വീട്ടിൽ അലോവേറ ജെൽ ഉണ്ടെങ്കിൽ ആ ഒരു അലോവേറ ജെൽ യൂസ് ചെയ്ത് അത് പിന്നെയും വാങ്ങിക്കാൻ കുറേ പൈസയൊക്കെ ആവത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തുള്ള അലോവേറ ജെൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഞാൻ ഇവിടെ അങ്ങനെ എടുക്കുന്നില്ല. ഞാൻ ഫുള്ളി കുഞ്ഞു പീസാക്കി അരിഞ്ഞിട്ട് ആ സൈഡിൽ 2 പോർഷൻ കളഞ്ഞിട്ട് കുഞ്ഞു പീസാക്കി അരിഞ്ഞിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അല്ലാണ്ട് അലോവേറ ജെൽ എടുക്കാൻ നിൽക്കുമെങ്കിൽ ഒരു 100%-ൽ 90% അലോവേറ ജെൽ വെറുതെ കളഞ്ഞു പോവുകയും ചെയ്യും. ബാക്കി 10% അലോവേറ ജെല്ല് കിട്ടും. എനിക്ക് എപ്പോഴും അമ്മയാണ് അലോവേറ ജെൽ എടുത്തിരുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും ഫേസിലിടുന്ന പാക്കിലൊക്കെ ഇടുന്ന സമയത്ത് അമ്മയാണ് എടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, അലോവേറ ജെല്ലിനകത്തുള്ള മഞ്ഞ ദ്രാവകം പോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിനകത്തോട്ട് മുക്കി വെച്ചതിന് ശേഷം മാത്രമേ അലോവേറ ജെൽ എടുക്കാം. അതെൻ്റെ എല്ലാ വീഡിയോസിലായിട്ടും കോമൺ ആയിട്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറയാഞ്ഞത് കേട്ടോ. പിന്നെ ഇപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് മെയിനായിട്ട് വരുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ. കൊച്ചുള്ളി എടുക്കാൻ നോക്കണം മാക്സിമം. കാരണം കൊച്ചുള്ളി നമ്മുടെ ഹെയറിൽ അടിപൊളി റിസൾട്ട് വരുന്നൊരു ഐറ്റമാണ്. ഇനി കൊച്ചുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കുക. സവാളയ്ക്ക് റിസൾട്ട് കിട്ടത്തില്ലെന്നല്ല, സവാള നമ്മുടെ ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, ഫ്രിസിനെസ്, ഡ്രൈ ഹെയർ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. പക്ഷേ ഒന്നും കൂടെ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് കൊച്ചുള്ളിക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കൊച്ചുള്ളി ഇനി അരിയണം, എടുക്കണം, അതൊക്കെ കുറച്ച് മെനക്കേട് അങ്ങനത്തെ പാടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സവാള എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുന്നത് കൊച്ചുള്ളിയാണ്. അപ്പോൾ അതും കൂടെ നമ്മുടെ ആ ഒരു ഉരുളിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഐറ്റം
എന്ന് വെച്ചാൽ കടലമാവാണ്. കടലമാവ് ഇവിടെ ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, വേണമെങ്കിൽ ആഡ് ചെയ്യേണ്ട. പക്ഷേ ബാക്കി പറഞ്ഞ ഐറ്റംസൊക്കെ മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലും നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ നിങ്ങൾക്ക് പയറുപൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ഉരുളിക്കകത്തോട്ട് എടുക്കാം. നല്ലൊരു ക്രീമി രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കലാപരിപാടി ആരംഭിക്കാൻ പോകുന്നത്. മുടിയിലെ ജടയെല്ലാം നല്ലോണം എടുത്ത് കളഞ്ഞിട്ട് വേണം തലയിൽ ഏത് പാക്കും അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ ജടയും പിടിച്ചുകൊണ്ട് നമ്മൾ മുടിയിൽ പാക്ക് അപ്ലൈ ചെയ്യുമെങ്കിൽ നമുക്കൊന്നും കൂടെ മുടി കുളമായി കിട്ടുന്നൊരവസ്ഥയായി, ഫുള്ളും കൂടെ കുഴുക്ക് പിടിച്ച് കിട്ടുന്നൊരവസ്ഥയായി പോട്ടെ. അതുകൊണ്ട് എപ്പോഴും ജട കംപ്ലീറ്റ് എടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ തലയിൽ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും സ്പ്ലിറ്റ്നെസ്സും മാത്രമല്ല മാറ്റുന്നതും, ഹെയർ ഫോള്, ഡാൻഡ്രഫ്, പെയിൻ ശല്യം, പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഒരുമാതിരി നമ്മൾ വേർക്കുമ്പോൾ വരുന്നൊരു ഫൗൾ സ്മെല്ലൊക്കെ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സഹായിക്കും. കാരണം നമ്മൾ ഇതിലെടുത്തേക്കുന്ന ഓരോ ഐറ്റം നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ഹെയറിനും അത്രയ്ക്ക് യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് എടുത്തേക്കുന്ന നമ്മുടെ ചെമ്പരത്തി പൂവിനകത്തും അമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ ഹെയർ ഫോള്, ഡ്രൈനെസ് ഒക്കെ മാറ്റാൻ അടിപൊളിയായിട്ട് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ ഹെയറിൽ വരുന്ന ബ്രേക്കേജ്, നമ്മുടെ ഈ കട്ടിയില്ലായ്മ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നല്ല കട്ടിയോടെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് മാത്രമല്ല ഇതൊരു കണ്ടീഷണറും കൂടാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ അലോവേറ ജെൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ആയിട്ട് കിടക്കുന്ന ഹെയറൊക്കെ നല്ല സ്മൂത്തായിട്ട് കിടക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഐറ്റമാണ് അലോവേറ ജെൽ. നിങ്ങൾക്ക് അലോവേറ ജെൽ മാത്രമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത മെയിനായിട്ട് എടുത്തേക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളിക്കകത്ത് സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് തിക്കായിട്ടിരിക്കാനും നമ്മുടെ പ്രീമാച്ചുറൽ ഗ്രേ ഹെയർ ഫോളൊക്കെ മാറ്റാനും അതിലുപരി നമ്മുടെ തലയിൽ ഇനി എത്ര താരനുണ്ടെങ്കിലും അതെല്ലാം ഒരു 1 ടൈം കൊണ്ട് മാറ്റാൻ വേണ്ടി അടിപൊളിയായിട്ട് സഹായിക്കുന്നതായിട്ടാണ് ഉള്ളി വന്നിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് ഇത് വന്നിട്ട്. നിങ്ങളിത് ഡെയിലി അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വീക്ക്ലി ഒരു 1 ടൈം മാത്രം അപ്ലൈ ചെയ്യണം. നിങ്ങൾ തലയിൽ ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ഇപ്പം സ്കൂളും കോളേജും ഒന്നും ഇല്ലെങ്കിൽ ഓഫീസ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾക്ക് ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും കണ്ട് ഇതേ കണക്ക് കുറച്ച് മുടി എടുത്തിട്ട് അതിനകത്ത് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പണ്ടൊക്കെ ഞാനും ചെയ്ത ചെറിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് മുടിയിൽ പറ്റും, കുറച്ച് മുടിയിൽ പറ്റത്തില്ല, ആ ഒരു രീതിയിൽ കിട്ടും. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്കാൽപ്പ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ അതിനുശേഷം കുഞ്ഞു മുടി സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് നമ്മുടെ റൂട്ട് മുതൽ നമ്മുടെ ടിപ്പ് വരെ ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ ഒരു നമ്മുടെ അടിഭാഗമില്ല, നമ്മുടെ സ്പ്ലിറ്റ്നെസ് മെയിനായിട്ട് വരുന്ന ഭാഗമില്ല, അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറച്ചൊരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് പറഞ്ഞു തരുന്നത്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഹെയർ പാക്ക് വന്നിട്ട് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് ബോയ്സിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം കാണും. പക്ഷേ ഹെയർ പാക്ക് വന്നിട്ടും ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഹെയർ പാക്കും, ഞാനെന്ന് മാത്രമല്ല ആര് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കും ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ അധികം ഹെയർ റിലേറ്റഡ് ആൻഡ് സ്കിൻ റിലേറ്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും, അല്ലാണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡയറക്റ്റ് കയറി കാണാനും പറ്റും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പാക്കുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ തലയിലും നമ്മുടെ സ്കാൽപ്പിലും ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് കെട്ടി വെക്കാം, കുറച്ച് നേരത്തേക്കും കെട്ടി വെച്ചിട്ട് നമ്മൾ കഴുകാൻ നേരം മുടി കുഞ്ഞിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല മസാജ് ചെയ്ത് കഴിയണം. അപ്പം നമ്മുടെ ഡാൻഡ്രഫൊക്കെ ഒരു 1 ടൈം വാഷിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. 3 മണിക്കൂർ മാത്രം നമ്മുടെ ഒരു പാക്ക് തലയിൽ വെച്ചാൽ മതി. then അതിനുശേഷം നോർമൽ വാട്ടർ വാഷ് ചെയ്തിട്ടാണ് 3 മണിക്കൂറോളം ഞാൻ തലയിൽ വെച്ചിട്ട് ഞാൻ അത് നല്ലോണം കഴുകി കളഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നല്ലപോലെ നമ്മുടെ ഹെയർ ആ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സൊക്കെ മാറ്റി നല്ല സോഫ്റ്റായിട്ട് എടുക്കാനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഫൗൾ സ്മെല്ലും ആ ഒരു വല്ലാണ്ടുള്ള വേർപ്പൊക്കെ തങ്ങി നിൽക്കുന്ന അതൊക്കെ ഇല്ല, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും, ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. ബൈ.